ഇമ്മാനുവേൽ എന്ന അടയാളം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. ഭയത്തിൻ്റെയും ദേശീയ പ്രതിസന്ധിയുടെയും സമയത്ത് പറഞ്ഞതാണ് ഈ ആഴമേറിയ പ്രവചനം. ദൈവത്തിൻ്റെ നിത്യ പദ്ധതിയുടെ ഹൃദയം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണിത്. രാജാവ് ശത്രു സൈന്യത്തെ വല്ലാതെ ഭയപ്പെട്ടപ്പോൾ ദൈവം ഒരു സൈനിക വിജയത്തേക്കാൾ വലിയൊരു ഉറപ്പ് തനിക്ക് നൽകി. ചരിത്രത്തെ തന്നെ എന്നേക്കുമായി മാറ്റുന്ന ഒരു അത്ഭുത അടയാളം. ഈ അടയാളം അമാനുഷികമായിരുന്നു. ഒരു കന്യക ഗർഭം ധരിക്കും. ഇതൊരു ഭാവി പ്രവചനമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ നേരിട്ട് സൂചിപ്പിക്കുന്ന ഒരു വാക്യം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഈ പ്രവചനം നിറവേറി. യേശു ക്രിസ്തുവിൽ ഈ പുരാതന വാഗ്ദത്തം ജഡമായി വെളിപ്പെട്ടു. മനുഷ്യത്വത്തിൽ ആവരണം ചെയ്യപ്പെട്ട ദൈവത്വം. ഈ വാക്യം ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുവാനുള്ള ആഗ്രഹത്തെ വെളിപ്പെടുത്തുന്നു. വിദൂരമായതോ പ്രതീകാത്മകമായതോ അല്ല, മറിച്ച് മനുഷ്യനായി മനുഷ്യരുടെ നടുവിൽ പാർത്ത്. ഇമ്മാനുവേൽ എന്നതിൻ്റെ അർത്ഥം ദൈവം ഈ തകർന്ന ലോകത്തിൽ ഇറങ്ങി വന്നു, മനുഷ്യരുടെ ഇടയിൽ നടന്നു, മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേർന്നു എന്നാണ്. വെറുതെ നമുക്ക് മീതെയോ നമ്മുടെ അരികിലോ അല്ല. ഓരോ കഷ്ടപ്പാടുകളിലും പ്രലോഭനത്തിലും സന്തോഷത്തിലും യേശു നമ്മോടുകൂടി ഉണ്ട്. സംശയത്തിൻ്റെയോ ഇരുട്ടിൻ്റെയോ നിമിഷങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല എന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു. മനുഷ്യൻ്റെ ഭയത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് ദൈവ സാന്നിധ്യം. ഇമ്മാനുവേൽ എന്ന വാക്കിലൂടെ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന അടയാളവും യേശു നമ്മുടെ രക്ഷകനും നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിരമായ കൂട്ടാളിയുമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.